ഹിന്ദിക്കാരുടെ ഒരു പുതിയ തട്ടിപ്പറിയുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഞാൻ അതിൻ്റെ തുമ്പത്ത് വരെ എത്തി. പക്ഷെ അതിൽ നിന്ന് കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇവരെന്നെ വിളിക്കുന്നത് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിൻസർവിൽ നിന്നാണ് ലോണ് തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്, 10 കൊല്ലത്തേക്കാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് നമുക്ക് 10 കൊല്ലത്തേക്ക് ഒരു ലോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നമുക്ക് ഒരു കുറച്ച് കാലത്തെ ഒരു കാലയളവിൽ നമുക്കൊരു ലോൺ കിട്ടുകയാണ്, 10 കൊല്ലത്തേക്കാണ്. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ലോൺ, എന്നാൽ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ അതിനവർ പറഞ്ഞിരുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോണ് നമുക്ക് സാങ്ഷൻ ആക്കുന്ന സമയത്ത് അവർ നമ്മുടെ പേരിൽ ഒരു പോളിസി ചെയ്യും. അപ്പോൾ പോളിസിയുടെ പ്രീമിയം നമ്മൾ ആദ്യം അടയ്ക്കണം. അപ്പോൾ അത് നമുക്ക് എത്രയാണ് ലോൺ ഗ്രാൻഡ് ആവുന്നത് അതിൻ്റെ ഒരു 10% നമ്മൾ ആദ്യം അടച്ച് ഒരു പോളിസി എടുത്തതിന് ശേഷം ആ പോളിസിനെ ബേസ് ചെയ്തിട്ടാണ് ലോൺ തരുന്നത്. അപ്പോൾ ബജാജിൻ്റെ സൈറ്റിൽ നമ്മൾ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ അഗെയിൻസ്റ്റ് മറ്റേ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം അവരുടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രീമിയം അടയ്ക്കണം. പ്രീമിയം അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലോണ് എത്രയാണോ നമുക്ക് എലിജിബിലിറ്റി ഉള്ളത് അതിൻ്റെ 10% ആണ് നമ്മൾ പ്രീമിയം ആയിട്ട് ഒരു ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കുന്നത്. ഇവർക്ക് നമ്മൾ കൊടുക്കുകയല്ല, ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ലോൺ സാങ്ഷൻ ആവും. സാങ്ഷൻ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ലോൺ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ടും പ്ലസ് പ്രീമിയം നമ്മൾ അടച്ച എമൗണ്ടും കൂടിയിട്ട് നമുക്ക് തരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അവർ പറഞ്ഞ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 10 കൊല്ലത്തെ ടെന്യൂർ പൂർത്തിയായിരിക്കുന്ന സമയത്ത് നമുക്ക് തരാനായിട്ടുള്ള പൈസ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പൈസ നമ്മളുടെ തിരിച്ചടവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ലോൺ ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള മെച്യൂരിറ്റി ആവണ വരെ ഉള്ളത് അവരടയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവരായിരിക്കും അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ഹോൾഡർ എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം അടയ്ക്കുന്ന പ്രീമിയം അവർ നമ്മൾ ലോണിൻ്റെ ഒപ്പം ഡിസ്പോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ലോൺ നമ്മൾ അടയ്ക്കുന്നതൊക്കെ അവർ ഈ ഒരു സ്കീമിലേക്കാണ് അടച്ചു പോകുന്നത്. ആ അടച്ചു പോയതിന് ശേഷം ലാസ്റ്റ് 10 കൊല്ലം കഴിയുമ്പോൾ അവരും തുടർന്ന് അടച്ചിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് അവരെടുക്കും. അപ്പോൾ നമുക്ക് നഷ്ടമില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. അപ്പോൾ ഈ ബജാജിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ട് അവർ KYC ആയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ഇമെയിൽ ID, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചു. അത് ഞാൻ കൊടുത്തു. അത് ഇന്നലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് അവരുടെ വേറൊരു സീനിയർ ആൾ വിളിക്കുന്നു പറഞ്ഞു. ശരി, അവർ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ആദ്യം ഇന്നലെ ഡീൽ ചെയ്തിരുന്ന ആളെൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ ടീമിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ്. പിന്നെ അവിടെ നിന്ന് വിളി വരും. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അതിൻ്റെ പ്രീമിയത്തിൻ്റെ കാര്യങ്ങൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സിഡൈസ് ചെയ്തിട്ടുള്ള എന്തോ സ്കീമുണ്ട്. അതായത് 1-2 EMI അല്ലെങ്കിൽ 3 EMI എന്നാണ് അവർ പറഞ്ഞത്. 3 EMI നമുക്ക് സബ്സിഡൈസ് ചെയ്ത് തരും. അപ്പോൾ 3 മാസത്തേക്കുള്ള ആ ഒരു ഇതും അവർ അടച്ചോളും എന്നുള്ളൊരിതാണ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു അതിശയോക്തി തോന്നി. കാരണം ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിലും ഇന്ന് അടച്ചു കഴിഞ്ഞാൽ 3 മാസത്തേക്കുള്ള EMI അവർ അടച്ചോളും എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിലൊരു അർജൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു അർജൻസി കാര്യം പറയുന്നവരെ ഞാൻ അവരെ ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചു. അവരെനിക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് വെച്ചിട്ട് ഈ ലോണിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ഒരു കോഡ് അവർ ജനറേറ്റ് ചെയ്തിട്ട് അതൊക്കെ വരുന്നത് ബജാജ് finserv.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് പോളിസീൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പാൻ അമേരിക്കോ അങ്ങനെ എന്തോ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി. അപ്പോൾ രണ്ടാമത്തെ ഒരു ഹിൻഡ് അവിടെ വന്നു. അതായത് ആദ്യം എനിക്കൊരു അർജൻസി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ബജാജ് ഫിൻസർവിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്നാണ്, മറ്റേ HTTPS ആണ്. പിന്നെ അതുപോലെ തന്നെ ബജാജ് finserv.in എന്നുള്ള അവരുടെ ഒഫീഷ്യൽ ഇത് വെച്ചിട്ടാണ് അവരുടെ വന്നത്. അപ്പോൾ നമുക്ക് അത്ര അവിശ്വസനീയമായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു അർജൻസിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ പോളിസീൻ്റെ കാര്യം നോക്കി കഴിയുമ്പോൾ ഏതോ ഒരു കേട്ടുകളില്ലാത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, ഞാനിതിൻ്റെ ഈ ഒരു ഇൻഷുറൻസ് പോളിസീൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പോളിസി ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈനായിട്ട് തരില്ല, ഡയറക്റ്റായിട്ട് അയക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് ഓൺലൈനായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഞാൻ പ്രീമിയം ഇതിൻ്റെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാം. പക്ഷേ ബജാജ് ഫിൻസർവിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ലോക്കൽ ഓഫീസാണ്, അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല.
അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ പോളിസിയാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കീമാണ്. അപ്പോൾ അവിടെ ആ ഒരു ലോക്കൽ ഓഫീസിൽ അങ്ങനെ ഒരു സ്കീം അവൈലബിൾ ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബജാജ് ഫിൻസർവിൻ്റെ ഒരു കസ്റ്റമർ കെയറിലേക്ക് ഞാൻ വിളിച്ചിട്ട് അവരായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതും പറ്റില്ല, അതിലും വിളിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഇൻഫർമേഷൻസ് അറിയില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു കസ്റ്റമർ കെയറിൽ ഞാൻ ഈ മാക്കഫീൻ്റെ ഒരു കസ്റ്റമർ കെയറിൽ ഞാൻ സദർലാൻഡിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത്യാവശ്യം കസ്റ്റമർ കെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് നോളജ് എനിക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മളത് നമ്മുടെ ഹയർ അതോറിറ്റിയിലേക്ക് നമ്മൾ കോൾ എസ്കലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഐദർ ഞാൻ ഒന്നില്ലെങ്കിൽ ലോക്കൽ ഓഫീസിൽ വന്നിട്ട് സംസാരിച്ചിട്ട് ശരിയാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇവർ അപ്പോഴും എൻ്റെ അടുത്ത് സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ബജാജ് ഫിൻസർവിൻ്റെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ലോൺ അഗെയിൻസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അപ്പോൾ സ്കീം ശരിയാണ്, ഇവർ പറയുന്നത് ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് കമ്പനിക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനുള്ള വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരവില്ല. അവർ പറയുന്നത് അവർക്ക് അതറിയില്ല, ഇത് സ്കീം സ്പെഷ്യൽ സ്കീമാണ്. ഇപ്പോൾ ഇവർ വിളിച്ച നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ വിളിക്കണമായിരുന്നു ഒരു 911400 അങ്ങനെയുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ പോലത്തെ ഒരു നമ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവർ അപ്പോൾ പരമാവധി നമ്മളെ പുഷ് ചെയ്യാനാണ് നോക്കുന്നത്. അവർ പറയണത് ഞങ്ങൾ ഇത് പൈസ ഇത് സ്കാം അല്ല, ഞങ്ങളിത് പൈസ നേരിട്ട് മേടിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു OTP കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പുതിയ തരം ഒരു തട്ടിപ്പാണ്, നിങ്ങൾ ആരും ഇതിൽ പോയി പെടണ്ട. നമുക്ക് ആദ്യമേ പൈസ അടച്ചിട്ടുള്ള പരിപാടി എന്ന് ഉള്ളത് ആദ്യത്തെ ഒരു ഹിൻ്റാണ്. പിന്നെ ഇത് മാക്സിമം അപ്പം തന്നെ പുഷ് ചെയ്യാനാണ് അവർ നോക്കുക. കാരണം ഡിലേ ആക്കും തോറും നമ്മൾ അതിനെ പറ്റിയിട്ട് ചെക്ക് ചെയ്യും, അതിനെപ്പറ്റി നമ്മൾ സംശയങ്ങൾ വരും. അപ്പോൾ നമുക്ക് ആ ഒരു സ്കാമിൽ നമ്മൾ പെടാണ്ടാവും. അപ്പോൾ ഒരാളും ഇങ്ങനെ ഉള്ള ഓരോ ഓഫറുകളും കാര്യങ്ങളായിട്ട് വിളിക്കുന്ന സമയത്ത് പരമാവധി ഡിലേ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആരും ചെന്ന് പെടരുത്. ഞാൻ ശരിക്കും പെട്ടേനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയിൽ എനിക്ക് വന്നത് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഒരു മെയിലാണ് വന്നത്. അതുപോലെ തന്നെ ഈ ബജാജ് ഫിനാൻസിൻ്റെ സൈറ്റിൽ ഈ ലോൺ അഗെയിൻസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർ ആദ്യം വിശ്വസിച്ചു പോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് ഈ ഒരു കാര്യം തോന്നി. ഞാൻ അവരുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അത് വില്ലിങ് അല്ലാന്നല്ല, ഒരു കാര്യമില്ല, നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് അത് ക്ലോസ് ചെയ്തു. ഞാൻ അങ്ങനെ അവരുടെ ഡയറക്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലോ വിളിച്ചിട്ട് അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് അവിടെ വിളിച്ച് അറിയാൻ പറ്റില്ല എന്ന് അവർ പറയണത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലോണിന് എടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് ദയവ് ഇത് എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ സാധനം പലവിധ സ്കാമുകൾ പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്യിക്കലോ OTP ഒന്നല്ല, നമ്മളെ കൊണ്ട് പുതിയൊരു പോളിസി വേറെ ഏതോ അൺനോൺ കമ്പനിയുടെ എടുപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലിങ്ക് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു സ്കാമിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ഇത് ആരും ഇതിൽ ചെന്ന് പെടരുത്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. താങ്ക്